അസാധാരണ സാഹചര്യങ്ങളിൽ സായുധ സേനകൾക്ക് പെല്ലറ്റ് ഉപയോഗിക്കാമെന്ന് സുപ്രീം കോടതി. ഇത്തരം സാഹചര്യങ്ങളെ പ്രതിരോധിക്കാൻ സേനകളെ നിയമം അനുവദിക്കുന്നുണ്ട് എന്നും കോടതി അതേസമയം തന്നെ വീണ്ടും രാജ്യത്തെ പരമോന്നത നീതിപീഠത്തെ അവഹേളിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി രംഗത്തെത്തി. കോടതി നിരീക്ഷണം അറപ്പുളവാക്കുന്നത് എന്നാണ് CJP വക്താവ് സൗരവ് ദാസ് നവമാധ്യമത്തിൽ കുറിച്ചത്. വിവരങ്ങളുമായി ശ്രീകാന്ത് രാജ്യതലസ്ഥാനത്ത് നിന്ന് ചേരുകയാണ്. ശ്രീകാന്ത്, അതായത് ഈ പാർട്ടിയുടെ വക്താവ് അങ്ങേറ്റം കോടതിയെപ്പോലും അവഹേളിക്കുന്നതാണ്, അത്തരത്തിലുള്ള പ്രതികരണമാണ് നടത്തിയത്. ഒപ്പം തന്നെ ഈ പെല്ലറ്റ് ഗൺ ആവശ്യമായ സാഹചര്യങ്ങളിൽ പ്രതിരോധിക്കാൻ സേനകൾക്ക് നിയമം അനുമതി നൽകുന്നുണ്ട് എന്ന് ഒരിക്കൽ കൂടി കോടതി ചൂണ്ടിക്കാട്ടുകയാണ്. വിവരങ്ങൾ. പെല്ലറ്റ് ഗണ്ണിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക ലക്ഷ്യമിട്ടാണ് ഇങ്ങനെയൊരു ഹർജി. ഈ സംഭവങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരാളാണ് ഈ ഹർജി കൊടുത്തത്. അയാളുടെ പേര് ഇപ്രകാരം ആണ്. മുൻ IPS ഓഫീസർ യശോവർദ്ധൻ ആസാദാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇദ്ദേഹം ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് പെല്ലറ്റ് ഗൺ ആക്രമണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്നാണ് ഇദ്ദേഹത്തിന്റെ അവകാശവാദം. അത് പച്ചക്കള്ളമാണെന്ന് പിന്നീട് തെളിയുകയും ചെയ്തതാണ്. ഇന്ന് കോടതി പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: അതിശക്തമായ സാഹചര്യങ്ങളിൽ ലാത്തിച്ചാർജും കണ്ണീർ വാതകവും ഉപയോഗിച്ച് അക്രമം നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിക്കാം എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം. ഇക്കാര്യം നിയമം അനുശാസിക്കുന്നതിനാൽ അതെങ്ങനെ തടയാനാകും എന്ന് കോടതി ആരാഞ്ഞു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ് മാല്യ ബാഗ്ചി, വി മോഹന എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് നിരീക്ഷണം. സേനകൾക്ക് ആയുധങ്ങൾ നൽകുന്നത് മനോവീര്യം ഉറപ്പാക്കാനാണെന്നും ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി നിരീക്ഷിച്ചു. എന്നാൽ പെല്ലറ്റ് തോക്കുകളുടെ ഉപയോഗം നിരോധിക്കുന്നത് സംബന്ധിച്ച് ഒരു തീരുമാനവും കോടതി ഇന്ന് എടുത്തിട്ടും ഇല്ല. കേന്ദ്ര സേനകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ സ്വാതന്ത്ര്യം നൽകുന്നതാണ് ഈ ഒരു കാര്യം. മറ്റൊരു പ്രധാന വാർത്ത അതോടൊപ്പം ചേർത്ത് പറയാനുള്ളത്, ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വക്താവ് സൗരവ് ദാസ് ഇന്നും കോടതിയെ അപമാനിച്ച് രംഗത്തെത്തി. ഇയാൾ കോടതിയെ അവഹേളിച്ചുകൊണ്ട് അറപ്പുളവാക്കുന്ന നിരീക്ഷണമാണ് ഈ പെല്ലറ്റ് വിഷയത്തിൽ നടത്തിയത് എന്നാണ് പറഞ്ഞത്. ഈ രാജ്യത്ത് ഒരു പക്ഷേ കോടതിയെ അപമാനിച്ചാൽ, അവഹേളിച്ചാൽ കോടതി ലക്ഷ്യത്തിന് കേസെടുക്കാത്തത് ഈ പാറ്റ കലാപകാരികൾക്കെതിരെ മാത്രമാണ് എന്ന് തോന്നിപ്പോകുന്നു. ശരി ശ്രീകാന്ത്, എന്തായാലും അസാധാരണ സാഹചര്യങ്ങളിൽ സായുധ സേനകൾക്ക് പെല്ലറ്റ് ഉപയോഗിക്കാമെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് സുപ്രീം കോടതി. ഇത്തരം സാഹചര്യങ്ങളെ പ്രതിരോധിക്കാൻ സേനകളെ നിയമം അനുവദിക്കുന്നുണ്ട്.